70 വർഷത്തിനിടയിൽ തന്റെ ഭരണകാലത്ത് നിർമ്മിച്ച കാര്യങ്ങൾ കൺമുന്നിൽ വീഴുന്നത് കണ്ട് ആസ്വദിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മോദിജി. ഇതുവരെ മറ്റൊരു പ്രധാനമന്ത്രിക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടുമില്ല. കൊങ്കണിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവാജിയുടെ റിപ്പീറ്റ് കൊങ്കണിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ ശിവാജി പ്രതിമ തകർന്ന സംഭവത്തിൽ NDA സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കാനാണ് നീക്കം. NCP അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, കോൺഗ്രസ് മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ നാനാ പട്ടോള എന്നിവരുടെ നേതൃത്വത്തിൽ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇരമ്പി. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ എന്നിവരുടെ ചിത്രങ്ങൾ അടങ്ങിയ ബാനറിൽ ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കൾ ചെരുപ്പ് കൊണ്ട് അടിച്ചാണ് പ്രതിഷേധിച്ചത്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ശിവസേന വിമത നേതാവായ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന മറാഠ ചക്രവർത്തിയാണ് ശിവാജി. സംസ്ഥാന ജനസംഖ്യയുടെ 28% മാത്രം വരുന്ന പ്രബല വിഭാഗമായ മറാഠകൾ നിർണായക വോട്ട് ബാങ്കാണ്. നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മറാഠ വികാരം സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷം. മുംബൈയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ മാൽവൺ തീരത്ത് 8 മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ശിവാജി പ്രതിമ കഴിഞ്ഞ 26-നാണ് നിലംപൊത്തിയത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പരസ്യമായി മാപ്പ് ചോദിച്ചെങ്കിലും അത് കാപട്യ നാടകമാണെന്ന് ഉദ്ധവ് താക്കറെ ആരോപിക്കുകയും ചെയ്തു. ബലം ഉറപ്പാക്കാതെ അഴിമതിക്കായി ശിവാജിയെ ആയുധമാക്കിയതാണ് പ്രതിമ തകരാൻ കാരണമെന്ന് ശരത് പവാർ ആരോപിക്കുകയും ചെയ്തു. മോദി അനാച്ഛാദനം ചെയ്ത ശിവാജി പ്രതിമ തകർന്നു. രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായി. പാർലമെന്റ് സമുച്ചയവും ചോർന്നു. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി? പ്രതിമ തകർന്നത് കൊണ്ടാണോ, നിർമ്മാണത്തിലെ അഴിമതിയുടെ പേരിലാണോ മോദി മാപ്പിരുന്നത്? ഉദ്ധവ് താക്കറെ ഇങ്ങനെയാണ് ചോദിച്ചത്. ഛത്രപതി ശിവാജി ആരാധ്യ പുരുഷനാണെന്നും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തലകുനിച്ചു മാപ്പ് ചോദിക്കുന്നതായും കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇതിഹാസ പുരുഷനായ ഛത്രപതി ശിവാജിയോടുള്ള അപമാനം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ലെന്നും കാരണക്കാരായ BJPയും സഖ്യകക്ഷികളെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ കുടിയിരിക്കുന്നതെന്നും ഉദ്ധവ് വ്യക്തമാക്കി. ശിവദ്രോഹി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ മോദിയാണ് വഴിയൊരുക്കിയതെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിന്റെ മാപ്പിരക്കലെന്നും ANCC അധ്യക്ഷൻ നാനാ പട്ടോള ആരോപിച്ചു. സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭത്തിലെ രക്തസാക്ഷികളുടെ സ്മാരകമായ ഹുതാത്മ ചൌക്കിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമായിരുന്നു ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്കുള്ള പ്രതിഷേധ മാർച്ച്. ശിവാജിയുടെ പിൻഗാമിയായ കോലാപൂർ MPയും കോൺഗ്രസ് നേതാവുമായ ഷാഹു മഹാരാജും മുതിർന്ന നേതാക്കൾക്കൊപ്പം മാർച്ചിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ ഇന്ത്യ മുന്നണി അണികളും ഭരണമുന്നണി നേതാക്കളുടെ ചിത്രങ്ങളിൽ ചെരുപ്പ് തല്ലിക്കൊണ്ട് പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. സംഭവം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ സംസ്ഥാനത്തുടനീളം BJPയും പ്രതിഷേധ റാലികൾ നടത്തി. പ്രതിമ തകർന്ന സംഭവത്തിൽ നരേന്ദ്രമോദി മാപ്പ് ചോദിച്ചെങ്കിലും പ്രതിപക്ഷം അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും മഹാരാഷ്ട്രയിലെ വോട്ട് ബാങ്കുകൾ മോദിക്കെതിരായിരിക്കും.